I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. നമ്മളിന്നുള്ളത് കൊല്ലത്താണ്. കൊല്ലം നീണ്ടകരയിലാണ്. അപ്പം കൊല്ലത്തെ നീണ്ടകരയിലെ മത്സ്യസമ്പത്തിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് ആസ്വദിക്കാം. ഇതാണ് നീണ്ടകരയിലേക്ക് കയറുന്ന എൻട്രി പോയിൻ്റ്. ഇവിടുന്ന് കൊണ്ട് അകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നൊരു പഴഞ്ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതുപോലെ തന്നെയാണ് കൊല്ലംകാർക്ക് ഈ മത്സ്യസമ്പത്ത് എന്ന് പറയുന്നത്, മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത്. അവരും ഈ കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് തന്നെയാണ്. ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നതായി നിങ്ങൾക്ക് കാണാം. വല നോക്കുന്നതും വല നെയ്യുന്നതും വലയിലെ മീനുകളെ എടുത്ത് മാറ്റുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം. ഒരുപാട് ബോട്ടുകൾ വെള്ളത്തിൽ ഇങ്ങനെ അടുക്കി ഇട്ടേക്കുന്നതും കാണാൻ പറ്റും. ഓരോ ബോട്ടുകൾക്കും ഓരോ പേരാണ്. മുഴുവനും പറയുകയാണെങ്കിൽ എല്ലാ ബോട്ടുകൾക്കും ഏകദേശം ഒരേ നീളവും വീതിയും ഒരേ കളറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നടപ്പാതയാണ്. ഓരോരുത്തരും അവരുടെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. വല നെയ്യുകയും നോക്കുകയും വല ശരിയാക്കുകയും പിന്നെ ബോട്ടിലെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓരോ ബോട്ടുകൾക്കും ഓരോ പേരാണ്. ശ്രീശാസ്ത ബോട്ട്, ശ്രീ ദണ്ഡായുധപാണി, അങ്ങനെ ഓരോ ബോട്ടിനും ഓരോ പേരുകളും ഓരോ ഇതുമാണ് ഇവിടെ ഓരോ ബോട്ടിനും നൽകിയിരിക്കുന്നത്. അടുക്കിയിട്ടിരിക്കുന്ന വള്ളങ്ങൾ അഥവാ ബോട്ടുകൾ വെള്ളത്തിലിങ്ങനെ അലയടിക്കുന്നത് കാണാൻ വളരെയധികം ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ ആ നടപ്പാതയിലേക്ക് മുന്നോട്ട് നടന്നു. ഒരുപാട് പേരെ അവിടെ കാണാൻ സാധിച്ചു. പലരും പലരുടെയും ജോലിയിൽ മുഴുകിയിരിക്കുന്നു. ഇത് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ പിടിച്ചുകൊണ്ടുവന്ന മീനിനെ അവരുടെ ബോട്ടിൽ നിന്നും കരയിലേക്ക് മാറ്റുന്നതാണ്. ഇതാണ് ഇവിടുത്തെ മത്സ്യസമ്പത്ത്. മീനിനെ കിട്ടാൻ വേണ്ടി കൊക്കും കാക്കയും അതുപോലെ കുറേ കഴുകന്മാരും ഇവിടെ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. കൊണ്ടുവരുന്ന മീൻ ഓരോ കണ്ടെയ്നറിലാക്കിയാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലേലം വിളിക്കാനും സ്ഥിരമായി വൈകുന്നേരം ആളുകൾ എത്താറുണ്ട്. നിങ്ങൾ ഈ കാണുന്നത് ഒരു ബോട്ട് നിറയെ മീനുമായി കരയ്ക്ക് വന്ന ഒരു ബോട്ടാണ്. ഈ മീനിൻ്റെ പേര് അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിനെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം.
മത്സ്യബന്ധനക്കാർ മാത്രമല്ല കേട്ടോ, ഇവിടെ ഡ്രൈവേഴ്സ് ഉണ്ട്, പിന്നെ ലോഡിംഗ് തൊഴിലാളികളുണ്ട്, പിന്നെ ചില്ലറ മീൻ വിൽക്കാൻ വേണ്ടി വിൽപ്പനയ്ക്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട്, അല്ലാതെ ലേലം വിളിക്കാൻ വരുന്നവരുണ്ട്, ഇത് കണ്ട് ആസ്വദിക്കാൻ വരുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരാണ് ഈ നീണ്ടകരയിലേക്ക് സ്ഥിരവും എത്തുന്നത്. കിട്ടുന്ന മീനെല്ലാം ഈ കണ്ടെയ്നറിലാക്കിയാണ് വാഹനത്തിൽ കയറ്റിയാണ് പുറത്തേക്ക് കൊടുത്തു വിടാറ്. ഇത് ലേലം വിളിക്കാനും ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ആദ്യം ഇതുപോലെ വലിയ ഐസ് എടുത്ത് തല്ലി പൊട്ടിച്ച് കൂടകളിലാക്കി അത് കണ്ടെയ്നറിൽ നിറയ്ക്കും. അതിൻ്റെ മുകളിലാണ് ഈ പറയപ്പെടുന്ന മീനുകൾ ഇടുന്നത്. അതാകുമ്പോൾ മീൻ കേടുകൂടാതെ ഇരിക്കുമെന്നാണല്ലോ പറയുന്നത്. ഹാർബറിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു മനോഹര കാഴ്ചയായിരുന്നു ഇത്. തൃശ്ശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിച്ച് നിർത്തുന്നത് പോലെ കൊമ്പന്മാരുടെ കൂട്ട് ഹൗസ് ബോട്ടുകളും വള്ളങ്ങളും ഇങ്ങനെ തലയെടുപ്പോടുകൂടി നിരന്നു നിൽക്കുന്നു. അത് മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു. മലയാളികൾ മാത്രമല്ല കേട്ടോ, മലയാളികളും ബംഗാളികളും ഇതര സംസ്ഥാന തൊഴിലാളികളും ഒക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. മുക്കുവരുടെ ഭാഷ എന്ന് പറയുന്നത് മറ്റൊരു രീതിയിലുള്ള ഭാഷയാണ്. അത് കേൾക്കാനും അവരോട് സംസാരിക്കാനുമൊക്കെ നല്ല രസമാണ്. ഐസ് ഈ മെഷീനിലിട്ട് പൊടിച്ചാണ് കേട്ടോ കൂടുകളിലേക്ക് അല്ലെങ്കിൽ കണ്ടെയ്നറിലേക്ക് മാറ്റുന്നത്. അതിനുവേണ്ടി അതിന് അറിയാവുന്ന ഓപ്പറേറ്റേഴ്സും അതിനു വേണ്ടിയിട്ട് മാത്രം ജോലി ചെയ്യുന്നവരുമൊക്കെ ഇവിടെ ഇപ്പോൾ നിരവധിയാണ്. ഇതുപോലെ ചില്ലറ വിൽപ്പനക്കാരെയും ഇവിടെ കാണാൻ പറ്റും. മീൻ ലേലത്തിനെടുത്ത് അവിടെ തന്നെ ഇരുന്ന് വിൽക്കുകയാണ് അവർ ചെയ്യുന്നത്. ചേട്ടന്മാരൊക്കെ നല്ല പൊളിയാണ് കേട്ടോ. നല്ല സംസാരവും നല്ല ഇടപഴകലും നല്ല കമ്പനിയും നല്ല സൗഹൃദം നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. നീണ്ടകരയും വാടിയിലെയും വിശേഷങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീൻ കണ്ടെയ്നർ ബോക്സിലാക്കി കൊണ്ടുപോകാൻ നിരന്ന് കിടക്കുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ചേട്ടൻ നല്ല കമ്പനിയായിരുന്നു കേട്ടോ. ക്യാമറയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നല്ല രീതിയിൽ അഭിനയിക്കാനും തുടങ്ങി. ചേട്ടന് അഭിനയത്തിലൊരു കഴിവുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഓരോ കൂടുകളിലാക്കി തൂക്കം കറക്റ്റാക്കിയാണ് ഓരോ കണ്ടെയ്നറിലേക്ക് ഈ മീനുകളെ മാറ്റുന്നത്. അവിടെ നിന്നുമാണ് കണ്ടെയ്നർ വഴി മറ്റ് പല സ്ഥലങ്ങളിലേക്കും ഈ മീൻ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കൊല്ലത്തെ മത്സ്യസമ്പത്തിനെ കുറിച്ച് ഏകദേശമൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ?